മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ അംബാസഡർ. എഴുതിയത് ഖാലിദ് മുഹമ്മദ് ഖാലിദ്. പ്രവാചകവര്യരുടെ പ്രിയ സ്വഹാബി, മക്കയിലെ തരുണീമണികളുടെ കണ്ണിലുണ്ണി, യുവ കോമളൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എത്ര മനോഹരമാണ്. സകലമാന സുഖാഡംബരങ്ങളിലും കഴിഞ്ഞിരുന്ന, മക്കയിലെ ക്ലബ്ബുകളിലെ താരപരിവേഷമായിരുന്ന, മനം കവരുന്ന സൗന്ദര്യത്താൽ അനുഗ്രഹീതനായ ഒരു യുവാവ്. ഈമാനിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഇതിഹാസമായി മാറുന്നത് സാധ്യമായ കാര്യമാണോ? അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തവരിൽപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ എന്നവരുടെ ജീവിതം അതിൻ്റെ മകുടോദാഹരണമാണ്. വിശ്വാസികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് മിസ്അബുൽ ഖൈർ എന്നായിരുന്നു. മുഴുവൻ മനുഷ്യകുലത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന ജീവചരിത്രത്തിൻ്റെ ഉടമയായ മിസ്അബ് ഇബ്നു ഉമൈർ ആരായിരുന്നു അയാൾ? പതിവ് പോലെ അന്നും മക്കയിൽ നേരം വെളുത്തു. അൽ അമീനായ മുഹമ്മദിനെ കുറിച്ച് മക്കക്കാർ കേട്ട അന്നു തന്നെ മിസ്അബും വിവരമറിഞ്ഞിരുന്നു. ഖുറൈശി ഗോത്രത്തിലെ മുഹമ്മദിനെയും അവിടുത്തെ ദീനിനെയും ചുറ്റിപ്പറ്റിയാണ് എല്ലാവരുടെയും സംസാരം. ഏകനായ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവദൂതൻ, പ്രവാചകനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും കുറിച്ച് മിസ്അബ് കേൾക്കാനിടയായി. ഖുറൈശികളുടെ ഉപദ്രവം കാരണം കുറച്ചകലെ ദാറുൽ അർക്കമിലാണ് നബിയും കൂട്ടാളികളും കഴിയുന്നത്. ഒട്ടും വൈകാതെ, ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ഒന്നവിടം വരെ പോയാലോ എന്ന് മിസ്അബിന് തോന്നി. അന്ന് വൈകുന്നേരം തന്നെ ദാറുൽ അർക്കം ലക്ഷ്യമാക്കി മിസ്അബ് യാത്ര തിരിച്ചു.